ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞാൻ അൽറ്റൈറ്റൻ. അപ്പോൾ ഇന്ന് ഞാനൊരു ലെറ്റ്സ് പ്ലേ വീഡിയോ അല്ലെങ്കിൽ സർവൈവൽ ചലഞ്ച് വീഡിയോസ് ഒന്നും ആയിട്ടല്ല വരുന്നത്. ഇന്ന് നിങ്ങൾക്ക് ഒരു സർവർ പരിചയപ്പെടുത്താനാണ്. നമ്മുടെ സ്വന്തം സർവർ ഇപ്പോൾ റിലീസ് ആയിട്ടില്ല, എന്നാലും ഒരു അനൗൺസ്മെന്റ് വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് നമ്മുടെ പഴം SMB. ആക്ച്വലി പേര് കേൾക്കുമ്പോൾ കോമഡി തോന്നും. ആക്ച്വലി പഴം SMB അല്ല, ഇത് പഴം റീബോൺ ആണ്. SMB നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യും. ഈ സർവറിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കൂട്ടുകാരൻ, നമുക്ക് അക്കുവിനെ എല്ലാവർക്കും അറിയാലോ. ഈ അക്കുവും പിന്നെ ഞാനും കൂടി ചേർന്നിട്ടാണ് ഈ സർവർ ഉണ്ടാക്കിയത്. പഴം എന്ന് പറഞ്ഞ ഈ സർവറിനെ ഉണ്ടാക്കിയത്. അന്ന് അവൻ വെറുതെ ഇട്ട പേരാണ് ഈ പഴം എന്ന പേര്. പിന്നെ അതൊരു ഒരു വെറൈറ്റി പേരായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഈ സർവറിന് ഇട്ടു. ശരിക്കും ഈ സർവറിന്റെ മുതലാളി ഞാനല്ല, നമ്മുടെ ഇവനാണ്, അക്കുവാണ്, അഥവാ ക്രൈക്സ് OP-യാണ്. പിന്നെ ചില ഇഷ്യൂസ് കാരണം അവൻ ഈ സർവർ ഷട്ട് ഡൗൺ ചെയ്യേണ്ട വന്നു. മെയിൻ ഇഷ്യൂ പിങ് ആണ്. ഓക്കെ, പിങ് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ആൾക്കാരൊന്നും കളിക്കാൻ വന്നില്ല, അങ്ങനെ കുറേ പ്രശ്നമായി. ആദ്യമൊക്കെ നല്ല അത്യാവശ്യം പോപ്പുലറായ സർവർ ആയിരുന്നു, പിന്നെ അടച്ചു പൂട്ടി, ഷട്ട് ഡൗൺ ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മുടെ സർവർ 1 വർഷത്തിന് ശേഷമുള്ള ബ്രേക്കിംഗ് സെലക്ഷൻ ഇപ്പൊ തിരിച്ചു വരാൻ പോവുകയാണ്, പഴം റീബോൺ എന്ന പേരില്. ഓക്കെ, അപ്പോ ഈ സർവർ ഇപ്പോ ടെസ്റ്റിംഗ് സ്റ്റേജിലാണ് ഇപ്പോഴുള്ളത്, ലോഞ്ച് ആയിട്ട്. ക്രോസ് പ്ലേ സപ്പോർട്ടൊക്കെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. യെസ്, അതാണ് നമ്മുടെ ഈ സർവറിന്റെ മെയിൻ ഹൈലൈറ്റ്. നമ്മൾ ജാവ, ബെഡ്റോക്ക് എല്ലാ പ്ലേയേഴ്സിനും കളിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്രോസ് പ്ലേ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് ഇതിലാണ്, പഴത്തിലാണ്, പഴ സുബിയിലാണ്, പഴ റീബോണിലാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഇപ്പൊ റെക്കോർഡ് ചെയ്തതിന് മുമ്പ് വരെ നല്ല ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ കുറെ ഇതുണ്ടായിരുന്നു, കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ സർവർ ഇപ്പൊ ടെസ്റ്റിംഗ് സ്റ്റേജിലായത് കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യും സർവർക്ക്. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ബയോയിൽ കൊടുക്കാം. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാനപ്പോ ബാക്കിയുള്ള 20 പേരെ നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പോൾ സ്ലോട്ടാകെ 20 പേരെ ഉള്ളൂ. വഴിയെ 40 പേരാകും, പിന്നെ 50 ആവും, 100 ആവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ അത് ബിൽഡിംഗ് സ്റ്റേജിലാണ് ഈ സർവർ ഉള്ളത്, നമ്മുടെ പഴം റീബോണ്. ഉടനെ തന്നെ ഈ സർവർ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് നമുക്ക് ഒരു ഓർമ്മയ്ക്ക് കൊണ്ടിട്ടുകൂടി ഇരിക്കട്ടെ. പിന്നെ ഈ സർവർ ഏകദേശം 24/7 hours ഒക്കെ ഓൺലൈനാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതിൽ മോഡ് യൂസ് ചെയ്യാം. പിന്നെ ഇതൊരു അനാർക്കി സർവറാണ്, അതാണ് മെയിൻ ഹൈലൈറ്റ്. നമ്മുടെ ആദ്യത്തെ പഴം SMB, അതിൻ്റെ പേര് പോലെ തന്നെ ഒരു SMB ആയിരുന്നു, SMB സർവറായിരുന്നു. പക്ഷെ ഇതൊരു അൾട്രാ പ്രോമാക്സ് അനാർക്കി സർവറാണ്. ഒരു പ്രത്യേകിച്ച് റൂൾസ് ഒന്നും നമ്മൾ ഈ സർവറിൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും അതായത് ഇത്രയും ഹാർഡ് ഈ സർവർ ഉണ്ടാക്കും. കാരണം ഒരു TNT ഇട്ട് പൊട്ടിച്ചാൽ തന്നെ മിക്കവാറും ഈ വേൾഡ് മൊത്തം വള്ളത്തിലാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു ട്രോൾ സർവർ പ്ലസ് ബിൽഡിംഗ് സർവർ ആക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സർവൈവലും ക്രിയേറ്റീവ് പോയിട്ട് കളിക്കാൻ പറ്റും. പക്ഷെ അതാകുമ്പോൾ പ്ലെയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പോവും എന്നുള്ളൊരു പേടി മാത്രമേ എനിക്കുള്ളൂ. കാരണം അത് നമുക്ക് നോക്കാം, അത് ഞാൻ അത്ര പ്ലാൻ എത്തിയിട്ടില്ല. എന്നാലും പ്ലെയേഴ്സിൻ്റെ ക്രിയേറ്റിവിറ്റീനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കണം. പിന്നെ പഴം SMB എന്തിനാ ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ അതിൽ പ്ലെയേഴ്സൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു, ഒരു 40 പേരൊക്കെ ഒരു ദിവസം ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ സർവർ പിങ് കൂടി, പിന്നെ എന്തൊക്കെയോ ലാഗായി, മറ്റേത് സംഭവിച്ചു, മറിച്ചും സംഭവിച്ചു, അങ്ങനെ കുറേ സംഭവിച്ച് എന്തൊക്കെയോ ആയി അടച്ചു പൂട്ടേണ്ട വന്നു. അതുകൊണ്ടാണ് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തത്. പിങ്ങാണ് മെയിൻ കാരണം, പിങ്ങും ലാഗും, അത് 2 കാരണം നമ്മൾ സർവർ മെയിനായിട്ട് ഷട്ട് ഡൗൺ ചെയ്തത്. എന്തായാലും ഉടനെ തന്നെ പഴം റീബോൺ വരുന്നതാണ്, നമ്മുടെ പഴം സെർവർ ഉടനെ തന്നെ വരുന്നതാണ് സുഹൃത്തുക്കളെ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സർവറിൽ ഞാൻ ഒരുപാട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു 5 പേരെങ്കിൽ നമുക്ക് വന്നാൽ സുഖമായി. ഓക്കെ, നമ്മൾ സർവറിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ. ഇനി അപ്പോൾ എപ്പോഴാണ് ഈ സർവറിൻ്റെ ലോഞ്ച് എന്ന് വെച്ചാൽ മിക്കവാറും ജൂൺ ജൂലൈ ടൈമിലാകാനാണ് സാധ്യത കൂടുതൽ. കറക്റ്റ് കൺഫേം ചെയ്തിട്ടില്ല ഞാൻ, കാരണം ഇപ്പം ഇതിൻ്റെ ഓണർഷിപ്പ് ഞാനാണ്. ഓക്കെ, വരുമെന്ന് എനിക്കറിയില്ല, എന്തായാലും നോക്കാം. പിന്നെ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് ബ്ലഡ് ലോക്ക് അത് ഉടനെ തന്നെ വരുന്നതാണ്. നമ്മളിപ്പോൾ അണ്ടർ വീഡിയോ ഈസ് കൺസ്ട്രക്ഷൻ, അണ്ടർ എഡിറ്റിങ്ങിലാണ് ഇപ്പോൾ വീഡിയോ. ഓക്കെ,
പിന്നെ അപ്പോൾ ഇത്രയാണ് ഈ സെർവറിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. എന്തായാലും നമുക്ക് എന്തായാലും ഇതിൻ്റെ പിങ്ങും ടെസ്റ്റിങ്ങും ഒക്കെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എന്നിട്ട് ഇതിൻ്റെ ഒഫീഷ്യൽ റിലീസിന് ടൈമിൽ ഞാൻ ഇതേപോലെ ഒരു വീഡിയോ വരുന്നതാണ്. അപ്പോൾ ഇറ്റ്സ് മീ അൽ ടൈറ്റൻ സൈനിങ്.